ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് ഹോളി ഗോസ്റ്റ് ഓർക്കിഡ്, ഡവ് ഓർക്കിഡ്, ഫ്ലവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പിന്നെ സ്പാനിഷിൽ ഫ്ലോഡൽ എസ്പിരിതു സാൻഡോ എന്നൊക്കെ വിളിക്കുന്ന വളരെ ഡിവൈൻ ആയിട്ട് തോന്നിക്കുന്ന ഒരു ഓർക്കിഡ് ഫ്ലവർ ആണ്. സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓർക്കിഡേസിയ ഫാമിലിയിൽ പെടുന്ന പെരിസ്റ്റേരിയ ഇലാട്ട എന്ന് പറയുന്ന ഈ പൂവ് പനാമയുടെ ഒരു ദേശീയ പുഷ്പം കൂടിയാണ്. സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്ക നേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണിത്. ഇത് കൂടുതലും കോസ്റ്റാറിക്ക മുതൽ പനാമ വരെയും ഇത് കണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ വെനിസുവേലയിലും ഇക്വഡോറിലും പെറുവിലൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട്. ഈ പൂവിന്റെ ക്ലോസപ്പ് ഒന്ന് കണ്ടുവരുമ്പോൾ ഒരു പിഞ്ഞാണിയുടെ ഉള്ളിൽ പറന്നുയരുന്ന ഒരു പ്രാവ് ഇരിക്കുന്നത് പോലെ. അതുകൊണ്ടാണ് ഇതിന് ഡവ് ഓർക്കിഡ് എന്ന് വിളിക്കുന്നത്. ഈ പ്രാവ് ഒരു ഡിവൈൻ ബേർഡ് ആയിട്ട് കണക്കാക്കുന്നതുകൊണ്ട് ഈ പൂവിന്റെ പേരുകൾക്കും ആ ഡിവൈനിറ്റി കൊടുത്തിട്ടുണ്ട്. 1100 മീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ മഞ്ഞ് നിറഞ്ഞ നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള മൗണ്ടെയിൻ ഫോറസ്റ്റിലാണ് പൊതുവെ ഈ ചെടി പൂവിടാറും കണ്ടുവരാറും. പക്ഷേ ഈ വീഡിയോ ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്നത് കേരളത്തിലെ 50 മീറ്റർ ആൾട്ടിറ്റ്യൂഡിന്റെ ഉള്ളിലുള്ള ഒരു ഏരിയയിൽ. ഇവയുടെ കിഴങ്ങുകൾ 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു ഓവൽ ഷേപ്പിലുള്ള കിഴങ്ങുകളാണ്. ഒരു കിഴങ്ങിൽ നിന്ന് 1 മീറ്റർ നീളമുള്ള മാക്സിമം 4 ഇലകളാണ് ഈ ചെടിയിൽ ഉണ്ടാവുക. അതായത് ഇതിന്റെ ഇലകൾ വളരെ നീളം കൂടിയ നല്ല ബ്യൂട്ടിഫുൾ ഇലകളാണ്. നല്ല പച്ച കളർ ഇലകൾ. പൂവും കായയും മുട്ടുകളും ഇതിന്റെ ഒറ്റ തണ്ടിന്റെ അറ്റത്തായിട്ടാണ് ഉണ്ടാവുക. പൂക്കൾ നല്ല വെള്ള മാർബിളിന്റെ പോലെ നല്ല ഡിവൈൻ ലുക്കുള്ള പൂക്കളാണ്. അതിന്റെ ഉള്ളിലായിട്ട് ഒരു പ്രാവ് പറന്നു ഉയരുന്നത് പോലെയുള്ള ഒരു സ്കൾപ്ചർ പോലെയുള്ള ഒരു സ്ട്രക്ചർ കൂടിയുണ്ട്. പ്രാവിന്റെ ചുണ്ട് പോലെ ഇരിക്കുന്ന ആ ഭാഗത്ത് മഞ്ഞ കളറും അതുപോലെ തന്നെ ചിറകിൽ ചെറിയൊരു പർപ്പിൾ ഷെയ്ഡിങ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഈ പൂക്കൾ കാണാനായിട്ട്. ഭംഗി മാത്രമല്ല ഇതിന് നല്ല സുഗന്ധവുമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു ഡ്രൈ ക്യാപ്സ്യൂൾ പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് ആണെങ്കിൽ ഡസ്റ്റ് പോലെയും, അതായത് പൊടി പോലെയാണ് സീഡ്സ് ഇരിക്കുന്നത്. പൊടി പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കാറ്റ് വഴി ഇത് ദൂരത്തേക്ക് മാറിയിട്ട് വീഴാനും അവിടെ ഇത് വീണ്ടും മുളച്ചു വരാനും ഉള്ള സാധ്യതകളുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ട്സിന് പ്രത്യേകിച്ച് ടേസ്റ്റും ഇല്ല, അതുപോലെ തന്നെ എഡിബിളും അല്ല. ഇനി ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഇത് നല്ല ഷെയ്ഡിലാണ് വളരുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റേ പറ്റുള്ളൂ, ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് പറ്റില്ല. നല്ല ഹ്യൂമിഡ് ആയിരിക്കണം ആ ഏരിയ. പിന്നെ ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു 18 to 25 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഏകദേശം ഒരു 30 ഡിഗ്രി 35 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. എന്നിട്ടും ഇത് പൂവിട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ തന്നെ എല്ലായിടത്തും പൂവിടുന്നില്ല. ഇവിടെ കുറച്ച് ഷെയ്ഡി ആയിട്ടുള്ള നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയാസിൽ മാത്രമാണ് ഇത് പിടിച്ചിട്ട്. വേറെ പലയിടത്തായിട്ട് കൊണ്ടുപോയി നട്ടതും ഉണങ്ങി കരിഞ്ഞു പോവുകയാണ് ചെയ്തേക്കുന്നത്. അതായത് ഇതിന് വലിയ കെയർ ഒന്നും വേണ്ട, പക്ഷെ ഇതിന് അനുയോജ്യമായ സ്ഥലത്ത് വേണം ഇത് നടാനായിട്ട്. മണ്ണാണെങ്കിൽ ലൂസായിട്ടുള്ള വെൽ എയറേറ്റഡ് ഓർഗാനിക് മാറ്റേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉള്ള മണ്ണായിരിക്കും. ഇതിന്റെ പ്രൊപ്പഗേഷൻ കിഴങ്ങ് വഴിയോ കായ വഴിയോ നടക്കും. ഒരു മീഡിയം വാട്ടറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വാട്ടർ ക്ലോഗിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കിഴങ്ങ് ചീഞ്ഞു കൊടുക്കും. ഇനി ഈ ചെടിയുടെ മെഡിസിനൽ ആൻഡ് ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ട്രഡീഷണൽ മെഡിസിൻസിൽ ഇത് യൂസ് ചെയ്യുന്നതായിട്ട് പലയിടത്തും റെഫറൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത് പ്യുവർ ആയിട്ടുള്ള ഒരു ഗാർഡൻ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ മെഡിസിൻസിനായിട്ടൊന്നും ഇത് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ പറയുന്ന ഇൻഫർമേഷൻ ഫാർമക്കോളജി ആൻഡ് ഫാർമസ്യൂട്ടിക് സ്റ്റുഡൻസിനായിട്ടുള്ളതാണ്. കാരണം ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു റിസർച്ച് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിന്റെ ഇലകൾക്കും പൂവുകൾക്കും ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നും അത് ചായയായിട്ട് കുടിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നെ ഇത് വെച്ചുണ്ടാക്കുന്ന സിറപ്പുകൾ ചുമയ്ക്കും കഫക്കെട്ടിനൊക്കെ വളരെ നല്ലതാണെന്നും പറയുന്നുണ്ട്. ട്രഡീഷണലി ഇതിന്റെ പൂക്കൾ അരോമ തെറാപ്പിക്ക് യൂസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അത് ഒരു കാമിങ് എഫക്റ്റ് കൊണ്ടുവരും എന്നാണ് പറയപ്പെടുന്നത്. ഈ ചെടി ഹ്യൂമൻസിന് നോൺ ടോക്സിക് ആയിട്ടാണ് പലയിടത്തും റെഫറൻസിൽ പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇതൊരു ബയോ ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആണ്. കാരണം ഇത് വളരെ സെൻസിറ്റീവ് ആണ് എൻവയോൺമെന്റൽ ചേഞ്ചസിന്. പിന്നെ എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ പോലെ തന്നെയും പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ചെടിയാണ്. ഇനി ഈ ചെടിയുടെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ 1936 പനാമ ഗവൺമെന്റ് പനാമയുടെ ദേശീയ പുഷ്പമായിട്ട് പ്രഖ്യാപിച്ച ഒരു പൂവാണിത്. 1936 പനാമയിൽ നടന്ന ഒരു ഫ്ലവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. പിന്നെ ഇതിന്റെ ഒരു യുണീക്ക് ബ്യൂട്ടി കാരണം റിലീജിയസ് ഐക്കൺ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു പൂവാണിത്. അത് സിംബിളൈസ് ചെയ്യുന്നത് പീസ്, പ്യൂരിറ്റി ആൻഡ് ഡിവൈൻ പ്രസൻസ് ആണ്. ലാറ്റിൻ അമേരിക്കൻ കൾച്ചേഴ്സിൽ ഹോളി സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പൂ കൂടിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ യുണീക്ക് ആയിട്ടുള്ള, വളരെയധികം പ്രത്യേകതകളുള്ള ഒരു പൂച്ചെടിയാണിത്. അത് നിങ്ങളുടെ ഗാർഡനിലേക്ക് വളരെ നല്ലൊരു ആഡ് ഓൺ ആയിരിക്കും. പക്ഷേ ഇത് നടാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കൽ ലോ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസിൽ അത്ര എളുപ്പമായിരിക്കില്ല. എന്നാലും കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോ ആൾട്ടിറ്റ്യൂഡിലും ഇത് പൂവിടും എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ വീഡിയോയും ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.